Hi everyone, welcome to Neo Home Tuitions. So, നമ്മൾ ഒരു ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. So before that, as usual, I'm going to share a GK question. I know that you will be thrilled to know the question, which is the question today, and I wish that I hope that this question will be more interesting for you. കാരണം ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എളുപ്പത്തിൽ അറിയാമെന്ന് വിചാരിക്കുന്നു. And the question is, who has become the first Indian to score 4,000 international runs against England? I repeat the question. Who has become the first Indian to score 4,000 international runs against England? And the hint, that is the options are Rohit Sharma, Virat Kohli, Surya Kumar Yadav, and Rishabh Pant. So at the you're having time till the end of the class, and I will be sharing the answer at the end of the class. Okay. So till that you have to listen to the class, and we can move on to our topic, limits. So നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ എങ്ങനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 6 to 7 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്നാലും നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരേ ഫോർമുലാസ് ആണെങ്കിലും നമ്മൾ ഡിഫറെന്റ് വേസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. സെയിം ഫോർമുലാസിനെ വി ആർ അപ്ലൈയിങ് ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ് അല്ലെ. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the next question is, evaluate limit x tends to 0 sec x minus 1 whole divided by x square. So ഇതിനെ ഈ ലിമിറ്റിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ആസ് യൂഷ്വൽ മാക്സിമം സിംപ്ലിഫിക്കേഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് x tends to 0 1 by cos x, അതായത് ഈ sec x നെ നമ്മൾ 1 by cos x എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി എഴുതി. സോ ഇറ്റ് വിൽ ബി 1 by cos x minus 1 whole divided by x square. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചുതരാം. ഈ ഡിനോമിനേറ്റർ പാർട്ടുള്ള എക്സ് സ്ക്വയറിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 by x square ഇൻറ്റു ബാക്കിയുള്ള റിമൈനിങ് ടേംസിനെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 by x square പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള റിമൈനിങ് ടേം എന്ന് പറയുന്നത് 1 by cos x minus 1 അല്ലേ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും. സോ ജസ്റ്റ് ഈ 1 by cos x, ചിലവർക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന്. 1 by cos x minus 1 എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 minus cos x by cos x എന്ന് പറയുന്ന ഈ ഒരു ടേം കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാഡ് ജസ്റ്റ് സെപ്പറേറ്റ്ലി റിട്ടൺ, അതായത് ഈ ഡിനോമിനേറ്റർ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് 1 by x square എന്ന് പറഞ്ഞിട്ട് എഴുതി. ന്യൂമറേറ്റർ പാർട്ട് ആയിട്ടുള്ള 1 by cos x minus 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 minus cos x by cos x എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 by x square, ഈ ഒരു cos x ന് ഈ 1 by x square കൂടെ എഴുതി. കാരണം എന്തിനാ എഴുതിയതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ 1 minus cos x ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോർമുല, ഞാനൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈൻസ് cos 2x is equal to 1 minus sin square x എന്ന് പറയുന്ന ഒരു ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ 1 minus cos x നെ സെയിം ഈ 1 minus cos x നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി 2 sin square x by 2 എന്നായിരുന്നു അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഏത് ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, cos 2x is equal to 1 minus sin square x എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് 1 minus cos x നെ 2 sin square x by 2 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതിയത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ x by 2 ആണ് നമ്മുടെ ആംഗിളിൽ വരുന്നത്. x by 2 ആണ് നമുക്ക് ആംഗിളിൽ വരുന്നത്. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x is equal to 1 എന്ന് പറയുന്ന ഫോർമുലയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ ഈ സൈനിന്റെ കൂടെയുള്ള ആംഗിൾ എന്താണോ അത് വരണം അല്ലേ. സോ അത് വരാൻ വേണ്ടിയിട്ട് എന്താണ്, എക്സ് ബൈ 2 ആണ് ആംഗിൾ. ബട്ട് ഇവിടെ സൈനിന്റെ കൂടെ ഒരു സ്ക്വയർ ഉള്ളതുകൊണ്ട് വെറും എക്സ് ബൈ 2 നമുക്ക് പോരാ, എന്ത് വേണം, എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് വേണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ അങ്ങനെയല്ല ചെയ്തത്. So 2 sin square x by 2 whole divided by x by 2 the whole square എന്ന് പറയുന്ന ഈ ഒരു ന്യൂ ടേം നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ. So at the same time you have to multiply the same term
in the numerator part also. അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്തു. x/2 the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? x²/2 square, അതായത് x²/4. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ദാ നമുക്ക് ഇവിടെയുള്ള ഈ ഓപ്പറേഷൻസ് എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ്. സോ ഇവിടെയുള്ള ഈ ഒരു x² എന്ന് പറയുന്ന ടേമും ഇവിടെയുള്ളതാ ഈ ഒരു x² എന്ന് പറയുന്ന ടേമും എന്താവും? ക്യാൻസൽ ചെയ്തു. ഓക്കെ, സോ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/cos x ഇൻറ്റു ഈ 2 എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ട് എടുത്ത് ഈ 2 എന്ന് പറയുന്നത് അതായത് ഈ ഒരു ടേമിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഈ 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തി എഴുതിയെന്നുള്ളൂ. എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x/2 by x/2, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സ്ക്വയർ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ എങ്ങനെ എഴുതി? ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, രണ്ടിലും സ്ക്വയർ ആണല്ലോ, സോ അതിനെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് കൊണ്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. സോ അതിനെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാതെ നിങ്ങൾക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇറ്റ് ഈസ് യുവർ വിഷ്. ഓക്കെ, ഇൻറ്റു ഇവിടുത്തെ x²/4 എന്ന് പറയുന്ന ഈ ടേമിൽ x² ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ദ റിമൈനിങ് ടേം ഈസ് 1/4. അതിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇനി ഈ ഒരു ടേമിൽ അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x/2 by x/2 the whole square എന്ന് പറയുന്ന ടേമിൽ ഇത് അപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, ഇതിപ്പോ sin² x/2 ഹോൾ ഡിവൈഡ് ബൈ x/2 the whole square എന്നാണെങ്കിൽ, അതായത് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നതെങ്കിലും ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ 1 എന്ന് പകരം 1ന്റെ സ്ക്വയർ 1 സ്ക്വയർ എന്ന് വരുന്നത് മാത്രം. സോ 1 സ്ക്വയർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ അതുകൊണ്ടാണ് വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം. ഈ ടേമിൽ നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ടേമിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫോർമുലാസ് ഒന്നുമില്ല അപ്ലൈ ചെയ്യാൻ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ലിമിറ്റ് പോയിന്റ് 0 അപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഈ ലിമിറ്റ് പോയിന്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 1/cos 0. 1/cos 0. cos 0ന്റെ വാല്യൂ എന്താണ്? 1 അല്ലേ? സോ 1/1 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇറ്റ് വിൽ ബി 1. അങ്ങനെയാണ് ഇവിടെ 1 എന്ന് പറയുന്ന ടേം കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ടേം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x/2 ഹോൾ ഡിവൈഡ് ബൈ x/2 the whole square എന്ന് പറയുന്നത് 1 ആണ്. സോ 2 ഇൻറ്റു ഇത് 1 ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ 2 ഇൻറ്റു 1 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞിട്ട് വരും. അതായത് അത് 2/4 ആണ്. സോ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇറ്റ് വിൽ ബി 1/2. ആൻസർ വിൽ ബി 1/2 അല്ലെ? 2ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 എന്നല്ലേ വരുന്നത്. 1/2 ഇൻറ്റു 1 1/2. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. I hope it is clear for you. And we are moving on to the next question. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് evaluate limit x tends to 0 x into e raised to x minus 1 whole divided by 1 minus cos x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലും നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം. എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. 1 minus cos x കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി ഓർമ്മ വരും. കാരണം പ്രീവിയസ് 2 പ്രോബ്ലംസിൽ നമ്മൾ 1 minus cos x ന് നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് 2 sin² x/2 എന്ന് പറഞ്ഞ് എഴുതി. സോ ഇനി 1 minus cos x കാണുമ്പോൾ ഏകദേശം പ്രോബ്ലംസിലൊക്കെ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് യു ഹാവ് ടു അപ്ലൈ ദിസ് പ്രോപ്പർട്ടി. ഓക്കെ, സോ 1 minus cos x നെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതണം? 2 sin² x/2 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതണം. ഐ ഹോപ്പ് ദാറ്റ് ദ പ്രോപ്പർട്ടി ഈസ് ക്ലിയർ ഫോർ യു. ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 10th പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരാത്തത്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ 1 minus cos x എന്ന് പറയുന്നതിൽ നമ്മൾ മാറ്റി എഴുതിയിട്ട് 2 sin² x/2 എന്ന് പറഞ്ഞിട്ട് എഴുതി. പിന്നെ വേറൊരു ചേഞ്ച് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 ഹോൾ ഡിവൈഡഡ് ബൈ x ആണെങ്കിൽ എന്തായിരിക്കും? 1 ആവും എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമുല ഉണ്ട് അല്ലേ? അപ്പൊ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. സോ അവിടെ ഒരു എക്സിന്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഡിനോമിനേറ്ററിൽ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിലും ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഈ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലുള്ളതാണ്. പിന്നെ 1 minus cos x എന്ന് പറയുന്നതിനെ നമ്മൾ മാറ്റി എഴുതി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 2 sin² x/2 എന്ന് പറഞ്ഞിട്ട്. I hope that you are clear with the terms.
ഏതൊക്കെ ടേംസ് എങ്ങനെയൊക്കെയാണ് വന്നത് എന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു എക്സ് അപ്പം മൾട്ടിപ്ലൈ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഒരു e⁻x−1 എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ. സോ ആ ടേമുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട് നമുക്ക് അല്ലെ. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 e⁻x−1 ഹോൾ ഡിവൈഡ് ബൈ x എന്ന് പറയുന്നത് 1 ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമുല ഉണ്ട്. സോ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സിന്റെ കുറവുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്തത്, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, സോ അങ്ങനെയാണ് രണ്ട് എക്സ് ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്നത്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ആ അപ്ലൈ ചെയ്യേണ്ട ഫോർമുലയിലെ ടേംസ് മാത്രമായിട്ട് നമ്മളോട് എഴുതി. അതായത് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 e⁻x−1 ഡിവൈഡഡ് ബൈ x ഇൻറ്റു ഈ 1/2 ഇവിടെ എഴുതി 1/2 എന്ന് പറഞ്ഞിട്ട് ഇൻറ്റു ബാക്കിയുള്ളത് 1 sin square x/2 എന്ന് പറഞ്ഞ ടേം ആണ്. 1 sin square x/2 ആണ്. ആ sin square x/2 ഞാൻ എന്ത് ചെയ്തു, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 ലിമിറ്റ് കൊടുത്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. ആൻഡ് ഇവിടെ നമുക്ക് x/2 നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത സെയിം സംഭവം തന്നെയാണ്. പക്ഷെ ആ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്തിരുന്നത് ന്യൂമറേറ്ററിലായിരുന്നു, ഇവിടെ ചെയ്യുന്നത് ഡിനോമിനേറ്ററിലാണ് എന്നൊരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 sin x/2 ഹോൾ ഡിവൈഡഡ് ബൈ x/2 ദ ഹോൾ സ്ക്വയർ. സെയിം സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് sin x/2 ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു x/2 വന്നാൽ മാത്രമേ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു x/2, അതായത് x/2 സൈൻ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ x/2 മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, x/2 ദ ഹോൾ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. സോ x/2 ദ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്ററിലും ആസ് വെൽ ആസ് ഇവിടെ ന്യൂമറേറ്ററിലും ചെയ്തിട്ടുണ്ട്. x²/4 അങ്ങനെയാണ് ഇവിടെ x²/4 വന്നിരിക്കുന്നത്. ഓക്കെ, x/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ x²/4. പിന്നെ ഈ ന്യൂമറേറ്ററിലുള്ള ഈ x² എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമിൽ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു എക്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എത്ര നേരം സ്റ്റെപ്സ് എഴുതിയ സമയത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ x × x എന്ന് പറയുന്ന x² ആണ് ഇവിടെ വന്നിരിക്കുന്നത്. I hope it is clear for you. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്ററിലുള്ള ലിമിറ്റ് x ടെൻഡ്സ് ടു 0 sin x/2 ഹോൾ ഡിവൈഡ് ബൈ x/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ആൻഡ് ഇവിടെ എന്താണ് പിന്നെ എന്താ ക്യാൻസൽ ചെയ്ത് പോകാനുള്ളത്, ഈ x²ഉം എന്തായി പോകും, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇതെന്ന് പറയുന്നതും എന്താണ് 1 ആയിട്ട് പോകും. സോ നമുക്ക് ഇനി എന്താ ബാക്കിയുള്ളത് നോക്കാം. 1 ഇൻറ്റു 1/2 ഇൻറ്റു ഇവിടെ ഒരു 1 ഉണ്ട്, 1 ഇൻറ്റു ഈ 4 ന്യൂമറേറ്റർ പാർട്ടിലോട്ട് പോകുമ്പോൾ അത് 4 ആവും. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ന്യൂമറേറ്ററിൽ പോലെ അപ്പൊ അത് 4 ആവും. സോ ഇനി നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്ത് വരും, 2 എന്ന് പറഞ്ഞിട്ട് ആൻസർ. ആൻഡ് ദ ആൻസർ ഇസ് 2. ഐ ഹോപ്പ് ദാറ്റ് യു ആർ ക്ലിയർ വിത്ത് ദ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ. എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാ പ്രോബ്ലംസും ഏകദേശം സെയിം ഫോർമുലാസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബട്ട് there is a little bit changes in that. നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. But എന്നാലും almost same ആണ്. I hope that it is clear for you. If you are having any doubts, you can just post on the comment section and I will be clearing it on the next class. And so before winding up the class, I wish to share the answer of the question which I had shared at the beginning of the class. Question എന്തായിരുന്നു? Who has become the first Indian to score 4,000 international runs against England? And the answer is Virat Kohli. Okay, so Virat Kohli is the first Indian to score 4,000 international runs against England. And I hope that it is clear. That is, you had learned a new thing here. ആൻഡ് നമ്മുടെ ലൈവ് സെഷൻസ് മോർണിംഗ് 8 നടക്കുന്നുണ്ട്. സോ മോർ ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലൈവ് ഓൺലൈൻ ക്ലാസ്സസിൽ കിട്ടുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഓൺ ദോസ് ലൈവ് ക്ലാസ്സസ് ആൻഡ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ യുവർ എക്സാംസ്. So thank you, and the link for the live session will be shared in the comment section. Okay, thank you all.